ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. സോ ഇത് ഒരു വർക്കിംഗ് ഡേ ആണ്. എനിക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്. ഞാൻ അന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. ഓൾമോസ്റ്റ് അതായത് ഒരു മന്തിൽ ഞാനൊരു 2 to 3 ടൈംസ് മാത്രമേ മാക്സിമം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുള്ളൂ. അത് നല്ലതാണോ എന്ന് വെച്ചാൽ നല്ലതല്ല, ബട്ട് മാക്സിമം ഞാൻ തന്നെ കുക്ക് ചെയ്യും. പിന്നെ ചില ദിവസം മടി അങ്ങനെയൊക്കെ ആണെങ്കിൽ പാടായിരിക്കും. സോ ആദ്യമേ രാവിലെ തന്നെ ഞാൻ ചൂടുവെള്ളം അടുപ്പത്ത് വെക്കും. പിന്നെ എൻ്റെ ഒരു മോർണിംഗ് ഡ്രിങ്കായിട്ട് ചിയാ സീഡ് കഴിക്കും. അതായത് ഞാൻ തലേന്ന് നൈറ്റിൽ തന്നെ അത് ഇങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കും. പിറ്റേന്ന് രാവിലെ അതിനകത്തേക്ക് ഒരു ഹാഫ് ലെമൺ കേട്ടോ. അതിപ്പം നിങ്ങൾക്ക് എത്ര പുളിപ്പ് വേണോ അതിനനുസരിച്ച് ഞാനൊരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സീഡ് ഉണ്ടാവും. അപ്പോൾ ആ സീഡ് റിമൂവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അങ്ങനെ ആരെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ ആ ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. പിന്നെ ഹണി യൂസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു ബ്രാൻഡിൻ്റെ ഒന്നുമല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ നാച്ചുറൽ ഹണിയാണ് എന്നാണ്. അതായത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് മേടിപ്പിച്ചതാണ് ഈ ഹണി കേട്ടോ. എനിക്ക് ബ്രാൻഡിൻ്റെയൊക്കെ എനിക്ക് ഒട്ടും ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് സെറ്റാകുമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിക്കാം. എന്നിട്ട് ഇതാണ് ഞാൻ എൻ്റെ ആദ്യം ഞാൻ എഴുന്നേറ്റ് വരുന്നതേ കിച്ചണിലേക്കായിരിക്കും. അപ്പോൾ എഴുന്നേറ്റ് വന്ന് ഞാൻ ആദ്യം കുടിക്കുന്നത് ഈ ഒരു ഡ്രിങ്കാണ്. ആ നാരങ്ങ കുറച്ച് വലുതായതുകൊണ്ട് കുറച്ചധികം പുളിപ്പായിരുന്നു അത്. ചിലപ്പോൾ ഞാനത് കുറച്ച് ഉപ്പും കൂടി ഇടും കേട്ടോ. എനിക്ക് പ്രഷർ എപ്പോഴും കുറവായതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചിലപ്പോൾ ഇടും. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ 2 മുട്ട ബോയിൽ ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് മോർണിംഗിലേക്കും ഒന്ന് ആഫ്റ്റർനൂണിലേക്കും. സോ ഞാൻ മോർണിംഗിൽ കഴിക്കുന്നത് ഇടിയപ്പവും പിന്നെ എൻ്റെ ഒരു ബേബി കോൺ കറിയാണ്. ഇടിയപ്പമാണോ നൂലപ്പമാണോ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അപ്പം ഞങ്ങളുടെ ഇവിടെ വീശപ്പം എന്ന് പറയും. സോ അതും ബേബി കോൺ കറിയാണ് ഞാൻ മോർണിംഗ് കഴിക്കുന്നത്. സോ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇടിയപ്പം പരത്താനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായത്. ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇത് ഞങ്ങളുടെ അവിടെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഫ്രോസൺ ആണ്. അതിപ്പം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അത് നമുക്കിങ്ങനെ വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഡബിൾ ഹോഴ്സിൻ്റെ ഫ്രോസൺ ഇടിയപ്പം സെറ്റ് അങ്ങനെയാണ്. ഇത് 2 പാക്കേജായിട്ടാണ് കേട്ടോ വരുന്നത്. ഇൻ ടോട്ടൽ ഇതിനകത്ത് 14 എണ്ണമാണ് ഉള്ളത്. നമ്മൾ അത് എടുക്കുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ചെറുതായിട്ട് തോന്നും, പക്ഷെ നമ്മളത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കുക്ക് ചെയ്ത് വരും. അത്യാവശ്യം നല്ല വലിപ്പവും ഒക്കെ കിട്ടും. ഏകദേശം ഇത് നമുക്ക് ഭയങ്കര ചെറുതായിട്ട് തോന്നും, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ഇത് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യമേ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. അതിനകത്തോട്ട് ഉപ്പിടുക. കുറച്ച് ഉപ്പിടണം കേട്ടോ, ഒരുപാട് ഉപ്പായ ആ ടേസ്റ്റ് ഒരു ഭയങ്കര ഉപ്പ് രസമായി. അപ്പം കുറച്ച് ഉപ്പിടുക. അത് കഴിഞ്ഞ് 3 മിനിറ്റ് തിളപ്പിച്ചിട്ട് അത് ഇറക്കി വെക്കാം. ഓക്കെ, ഇറക്കി വെച്ചിട്ട് ഇടിയപ്പം ഈ ഫ്രോസൺ ആയിട്ടുള്ളത് അതിനകത്തോട്ട് ഇട്ടിട്ട് അടച്ച് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 3 to 4 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് വീശപ്പം അത് നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പം അവിടുന്ന് ഒരു സ്പൂൺ കൊണ്ടൊന്നും എടുക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ട് ഒരു ഡ്രെയിനറിനകത്ത് വെച്ചാൽ ഡ്രെയിൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫാനിൻ്റെ കീഴിൽ വെച്ചാൽ മതി. കുറച്ച് നേരം കഴിയുമ്പോൾ അത് സെറ്റാവും. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ രണ്ടാമത് ഞാൻ ഉച്ചത്തേക്ക് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി, പിന്നെ ഈ സെയിം ബേബി കോൺ കറി തന്നെയാണ്. ഞാൻ ഒരു കറി ഉണ്ടാക്കുള്ളൂ. അത് മോർണിംഗും നൂണും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നും ഈ സെയിം ആണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അല്ല കേട്ടോ. ഞാൻ ഓരോ വീക്കിൻ്റെ മൺഡേയിലാണ് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് വെച്ചാൽ മേടിക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ വീക്കിൽ ഞാൻ ആദ്യമേ വിചാരിച്ചത് മില്ലറ്റ് ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഇത് വാങ്ങി. അപ്പോൾ ഈ വീക്ക് അങ്ങനെ അങ്ങ് പോകുമല്ലോ. ഉച്ചയ്ക്ക് എല്ലാ പ്രാവശ്യവും ചപ്പാത്തി തന്നെയാണ്.
അപ്പം ഈ ഒരു വീക്ക് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കും. നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, മോർണിംഗ് മ്യൂസിലി തന്നെ ആയിരിക്കും. അത് ഡിപ്പെൻസ് ഓൺ ഓരോ വീക്കും എന്താണോ മൺഡേ വാങ്ങിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ വീക്കിൽ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ആ ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആ സെയിം സാധനം തന്നെ ആയിരിക്കും, അതിനകത്ത് വേറെ വരാൻ ചാൻസ് ഒന്നുമില്ല. അതായത് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ വീക്ക് ഫുള്ള് ഇടിയപ്പം തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഉച്ചത്തേക്കുള്ള ചപ്പാത്തിയാണ്. ചപ്പാത്തിയുടെ മാവ് ഇട്ടു. പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് നെയ്യ് എടുക്കും. പിന്നെ പിങ്ക് സോൾട്ടാണ് കേട്ടോ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിന് എന്ത് സോൾട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ പിങ്ക് സോൾട്ട്, റോക്ക് സോൾട്ടാണ്, ഹിമാലയം റോക്ക് സോൾട്ടാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് വെള്ളം ചൂടാക്കി ആ വെള്ളം ഒന്ന് ചെറിയൊരു ചൂടിൽ തന്നെ അതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചൂട് മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കൈ യൂസ് ചെയ്താൽ മതി കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉടനെ തന്നെ ഞാനങ്ങനെ ഇളക്കാറുണ്ട്, അപ്പം കൈ നന്നായിട്ട് പൊള്ളാറുണ്ട്. അതുകൊണ്ട് അതൊന്ന് നോക്കുക. അങ്ങനെ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എനിക്ക് 2 ചപ്പാത്തി മതി. ഉച്ചത്തേക്ക് എന്തായാലും 2 ചപ്പാത്തി മതി. പിന്നെ ഞാൻ എന്തെങ്കിലും വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കൊണ്ടുപോകും. അപ്പം ഇത് 2 കഴിക്കുമ്പോൾ തന്നെ നിറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്താണ് ഇതിൻ്റെ കൂടെ കറി എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടാണ്. അപ്പം ഇതുപോലെയാണ്, അതായത് ഞങ്ങൾക്ക് ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഞാൻ 1 വീക്കിലേക്കുള്ള സാധനങ്ങൾ മാത്രമേ മേടിക്കാറുള്ളൂ. അത് കുറേശ്ശെ ഉണ്ടാവുള്ളൂ, അതെന്തായാലും അവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ ബേബിക്കോൺ കറിയാണ് ഉണ്ടാക്കുന്നത്. സോ ബേബിക്കോൺ ഉണ്ട്, ക്യാപ്സിക്കൺ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ഓനിയൻ ഉണ്ട്, എല്ലാം ഓരോന്ന് വെച്ചിട്ടാണ് ഞാൻ എടുക്കാറ്. ക്യാപ്സിക്കൺ പകുതി മതി, പകുതി ഞാൻ പിറ്റേ ദിവസത്തേക്ക് എടുക്കും. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും സാധനം മേടിക്കാറ്. സോ നമ്മൾ ബേബിക്കോൺ ഈ ഒരു എണ്ണത്തിന് 48 റുപ്പീസാണെന്ന് തോന്നി ഈ ഒരു പാക്കേജിൽ. അതിപ്പം അതിനകത്തൊരു 10 അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആദ്യമേ ആ ബേബിക്കോൺ എടുക്കുക, നന്നായിട്ട് വാഷ് ചെയ്യുക. അതും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ആദ്യമേ വാഷിംഗ് പരിപാടീസാണ് പോകുന്നത്. ഒനിയനും ടൊമാറ്റോയും എല്ലാം അത്യാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യുക, എത്രയാണോ ആവശ്യമുള്ളത് അതെല്ലാം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ക്യാപ്സിക്കൺ എനിക്ക് ഹാഫ് മതി, ബാക്കി ഒനിയനും ടൊമാറ്റോയും അതെല്ലാം എനിക്ക് ഒരെണ്ണം തന്നെ യൂസ് ചെയ്യും. സോ ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് കുഴപ്പമില്ലാണ്ട് പിറ്റേ ദിവസത്തേക്ക് ഇരിക്കും. അല്ലാണ്ട് നമ്മൾ ഭയങ്കര ഓപ്പണായിട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേന്നാകുമ്പോഴത്തേക്ക് അത് വാടി ആകെ നശിച്ചിട്ടുണ്ടാവും. സോ ഞാൻ അതെല്ലാം നന്നായിട്ട് വെള്ളത്തിനകത്തോട്ടിട്ടു. ആവശ്യമുള്ളതെല്ലാം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെള്ളത്തിലോട്ട് ഇടുന്നത്. ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒനിയൻ അരിയുമ്പോഴത്തേക്ക് കണ്ണ് നീറാണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അറിയില്ല, പക്ഷേ കുറച്ച് നേരം ആ വെള്ളത്തിൽ കിടക്കുമ്പം കണ്ണ് നീറാണ്ടിരിക്കും തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ നല്ലതാണെന്ന്, മീൻസ് ഈ കണ്ണ് നീറാണ്ടിരിക്കും, അതുപോലെ വല്ലതുമായിരിക്കും. എനിവേ, അത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ബേബിക്കോണ് അരിഞ്ഞു. പിന്നെ സവാള ഉണ്ടായിരുന്നു, സവാള അരിഞ്ഞു. എല്ലാം സ്പീഡിന് ഞാൻ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. നല്ല സമയം എടുക്കും എനിക്കിതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും 2 മണിക്കൂർ എടുക്കും. അപ്പോൾ ഞാൻ ചിന്തിക്കും, അത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുമ്പോഴാണ് ഇത്രയും സമയം. അപ്പോൾ ഒരു ഫാമിലിക്ക് വേണ്ടിയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കുമെന്നും. ബട്ട് കുഴപ്പമില്ല, അത് നമ്മൾ അഡ്ജസ്റ്റ് ആയി വരുമായിരിക്കും. അങ്ങനെ ഒനിയനും ടൊമാറ്റോവും ക്യാപ്സിക്കണും ഒക്കെ ഞാൻ അരിയാണ്. അപ്പോൾ നമ്മളിവിടെ ഗ്യാസ് കഴിഞ്ഞിട്ട് ആദ്യമേ ആകെപ്പാടെ ഇൻഡക്ഷൻ കുക്കറേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കുക്കിങ് പോകുന്നത് ഈ ഇൻഡക്ഷൻ കുക്കറിലാണ്. അപ്പോൾ ഒരാൾ കട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരാൾ ചോറ് വെക്കുക, അങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ലഞ്ചിന് 2 ചപ്പാത്തിയും അതിൻ്റെ കറിയും, പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കും, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയിരിക്കും. ചിലപ്പം കട്ടഡ് വെജിറ്റബിൾസ് എനിക്ക് കിട്ടും, ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് തന്നെ ഞാൻ മേടിച്ച് വെച്ചിട്ട് ഓരോ ദിവസം കുറേശ്ശെ കൊണ്ടുപോകും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പേരയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഈ പേരയ്ക്ക ആണ് ഇന്നത്തെ ലഞ്ചിന് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് അത് ചീത്തയായി പോയേനെ. സോ അത് ഹോളായിട്ടാണ് ഞാൻ എടുത്തു, മൊത്തത്തിൽ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു ടീമായിട്ടിരുന്ന ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മൾ കൊണ്ടുപോയാലും വേസ്റ്റ് ആവില്ല, എല്ലാവരും കഴിച്ചോളും. പേരയ്ക്കും എല്ലാവർക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. സോ
അതെല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഒരു മാർബിളിൻ്റെ ഒരു ഒരു സംഭവമുണ്ട്. അതിനകത്താണ് ഞങ്ങളുടെ ഈ കട്ടിങ് പാഡ്, പ്ലാസ്റ്റിക്കിൻ്റെ അല്ല, ഒരു മാർബിളിൻ്റെ ഒരു സംഭവമാണ്. സോ അതിനകത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കട്ടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് ആക്ച്വലി അത് ചപ്പാത്തിക്ക് വേണ്ടി വാങ്ങിയ സാധനമാണ്. പിന്നെ എനിക്ക് ചപ്പാത്തി പരത്താൻ കുറച്ചുകൂടെ കംഫോർട്ടബിളി ടേബിൾ ടോപ്പാണ്. അങ്ങനെ ഞാൻ ആ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടേബിൾ ടോപ്പിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചപ്പാത്തി പരത്തുന്നത്. മറ്റേ ആ മാർബിളിൻ്റെ ആ ഒരു പാഡിൽ വെച്ചിട്ട് എനിക്ക് പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്കെളുപ്പം ഈ ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ചപ്പാത്തി പരത്തുന്നതാണ്. എനിക്ക് ഭയങ്കര പാടുള്ളൊരു സംഭവമായിരുന്നു ഈ ചപ്പാത്തി പരത്തൽ, അതുപോലെ ഈ ഇടിയപ്പം ഉണ്ടാക്കലും. പക്ഷേ ഈ ചപ്പാത്തി പരത്തൽ ഇപ്പം ഞാൻ എക്സ്പേർട്ടാണ്. നല്ല സോഫ്റ്റാണ് എൻ്റെ ചപ്പാത്തി, എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ ചപ്പാത്തിക്ക് ഫാൻസ് ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ല, എന്നാലും ചെറുതായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. സ്മൂത്താണ്. ഞാൻ മേ ബി ആ നെയ്യൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല സ്മൂത്താണ്. പിന്നെ ഞാൻ മോർണിംഗിൽ ഈ റേസിൻസും അതുപോലെ തന്നെ ആൽമണ്ടും ഓവർനൈറ്റ് തന്നെ ഈ ചിയാ സീഡ് വെക്കുന്ന അതേ സമയത്ത് തന്നെ ഇത് രണ്ടും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കും. പിറ്റേന്ന് രാവിലെ എൻ്റെ ആ മോർണിംഗ് ഡ്രിങ്ക് കഴിഞ്ഞിട്ട് ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴേലും ഞാനിത് സമയം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത് കഴിക്കുന്നത് കേട്ടോ. മീൻസ് അതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് കഴിക്കാറ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചപ്പാത്തി ചൂടാക്കുകയാണ്. ഇപ്പോൾ 2 ചപ്പാത്തി ഞാൻ ചൂടാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള പ്ലേറ്റിൽ തന്നെ എടുത്ത് വെക്കും. ഞാൻ ഗ്ലാസ് പ്ലേറ്റ്സ് ആണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ആ ഫ്രൂട്ട്സിന് എനിക്കൊരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിനകത്താണ് കൊണ്ടുപോകുന്നത്. എനിക്കതും കൂടെ മാറ്റണം. ഓക്കെ, അങ്ങനെ ചപ്പാത്തി എല്ലാം റെഡി ആയതിന് ശേഷം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങി. ഈ കറി ഉണ്ടാക്കാൻ എനിക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കും കേട്ടോ. സോ ആദ്യമേ ഒരു പാൻ എടുക്കാം. പാൻ ചൂടാക്കിയിട്ട് ചെറിയ ചൂടിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ബട്ടർ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തത്. ഈ ഓയിൽ യൂസ് ചെയ്യാന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഇതിൽ വെക്കുമ്പോഴേക്കും പെട്ടെന്ന് ഓയിലങ്ങ് അബ്സോർബ് ആവും. അപ്പോൾ നമുക്ക് കുറച്ച് പാടാണ്. അതുകൊണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടാണ് ചെയ്യാൻ നല്ലത്. അപ്പോൾ അതവിടെ സോട്ടാവുന്നുണ്ട്. ആ സമയത്ത് ഞാനിവിടെ എഗ്ഗ് 2 കൂടെ പൊളിച്ച് വെക്കുകയാണ്. എനിക്ക് എഗ്ഗ് ഇങ്ങനെ ടൈൽസിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇത് പൊളിക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഇതിൻ്റെ തോട് പെട്ടെന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ 2 എഗ്ഗ് ഞാൻ പൊളിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബേബി കോൺ അത് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം വീണ്ടും ആ പാനകത്തോട്ട് തന്നെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സവാളയും 1 ക്യാപ്സിക്കണും 1 തക്കാളിയാണ് എടുത്തത്. സോ ഈ സവാളയുടെയും ക്യാപ്സിക്കണിൻ്റെയും പാതി, ഈ കട്ട് ചെയ്തതിൻ്റെ പാതി 2 കൂടി ഇട്ടിട്ട് ഞാൻ സോട്ട് ചെയ്തു. ആക്ച്വലി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ക്യാപ്സിക്കൺ പിന്നെയാണ്, തക്കാളി നമ്മൾ പിന്നിടത്തില്ല, അതുപോലെ തന്നെ പിന്നെയാണ് ഇടുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഓനിയൻ്റെയും ക്യാപ്സിക്കണിൻ്റെയും വേവ് ഏകദേശം ഒരുപോലെയാണ്. പിന്നെ നമ്മൾ ക്യാപ്സിക്കൺ ഇടും, കുറച്ച് നേരം കഴിഞ്ഞ് തക്കാളി ഇടുന്ന പോലെ കുറച്ച് ലേറ്റായിട്ട് ഇടുകയാണെങ്കിൽ അത് നന്നായിട്ട് വരണ്ട് വരത്തില്ല. നമുക്ക് ഭയങ്കര പച്ചയായിട്ടാണ് കിടക്കും. എനിക്കങ്ങനെ തോന്നി. പിന്നെ പുറത്തുനിന്ന് നല്ല മഴയായിരുന്നു. രാവിലെ നടക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ നല്ല മഴയായിരുന്നു. ഓക്കെ, അപ്പോൾ അത് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിങ്ക് സോൾട്ട് ഇട്ടതിന് ശേഷം ഞാൻ അണ്ടിപ്പരിപ്പ് ഇടും കേട്ടോ. ഒരു 5-6 ഇടും. ഇത് സോൾട്ടഡ് അണ്ടിപ്പരിപ്പ്, ഇതിന് കുറച്ച് റേറ്റ് കൂടുമല്ല, ഇത് നോർമൽ അണ്ടിപ്പരിപ്പ് ഇട്ടാലും മതി. അപ്പോൾ അത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഗ്രേവി കുറച്ച് തിക്കും ആവും, അതുപോലെ തന്നെ കുറച്ച് ടേസ്റ്റും കിട്ടും. സോ അതിനുശേഷം നമുക്ക് കയ്യിൽ കിട്ടുന്ന എന്ത് പൊടികൾ വേണമെങ്കിലും ഇടും. എൻ്റെ കയ്യിൽ കിട്ടിയ എല്ലാ പൊടികളും ഞാനിടും. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ അളവെന്ന് പറഞ്ഞാൽ ഞാനെല്ലാം കുറച്ചിടാനായിട്ട് ശ്രമിക്കും. അതായത് പണ്ട് ഞാൻ എന്ത് ഉണ്ടാക്കിയാലും എല്ലാത്തിൻ്റെ ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവും, ഭയങ്കര കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവും. സോ അതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ചിടാനായിട്ട് നോക്കും. അതുപോലെ തന്നെ ഈ സാധനം ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്ത് ഇടരുത് കേട്ടോ. ഇതിപ്പോൾ എഗ് റോസ്റ്റ് മസാല, അങ്ങനെ സംതിങ് മസാല, മീറ്റ് മസാല, ഫിഷ് മസാലയൊന്നുമില്ല, എന്ത് കൈ കിട്ടുന്നതൊക്കെ ഇടും. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇടാം. അതുപോലെ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ജീരകം വേണമെങ്കിൽ ജീരകം ഇടാം കേട്ടോ. ജീരകം ഇടുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ചെറിയൊരു ടേസ്റ്റ് കിട്ടും. സോ ഇതെല്ലാം നന്നായിട്ട്
നന്നായിട്ട് സോട്ട് ചെയ്യുക. എണ്ണ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എണ്ണ ഒഴിച്ചോളൂ കേട്ടോ. ഞാൻ ഭയങ്കര കുറച്ച് എണ്ണ കുറവുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് എണ്ണ ഒഴിക്കാറില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് എണ്ണ ഒഴിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഇത് വേറൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. നന്നായി തണുക്കാനായിട്ടാണ് കേട്ടോ. നന്നായിട്ട് തണുത്തിട്ട് മാത്രമേ നമുക്കത് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത് മാറ്റി അത് ആറുന്ന ഒരു സമയത്ത് നമുക്ക് പാൻ ഓൾറെഡി ചൂടാണ്, അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഈ സെയിം തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് ഉള്ളി ഇട്ടിട്ട് ക്യാപ്സിക്കം ഇടുക, പിന്നെ നമ്മൾ കണ്ണി കാണുന്ന എല്ലാ പൊടികളും വാരി വലിച്ചിടുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടില്ല. അണ്ടിപ്പരിപ്പ് നമ്മൾ ഓൾറെഡി ഗ്രൈൻഡ് ചെയ്യാൻ വെച്ചിരിക്കുന്നതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഇടില്ല. പിന്നെ നമ്മൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വളരെ കുറച്ചിടും. നമ്മൾ ഈ മേടിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് വിനാഗിരിയുടെ കുത്ത് ഭയങ്കരമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളൊരു കുറച്ചെങ്കിലും കൂടിപ്പോയാൽ ഭയങ്കരമായിട്ടത് കുത്തുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ചിടുക. ആ സമയമായപ്പോഴേക്കും ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒരു മിക്സറിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്ത് അവിടെ എടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിരുന്നാൽ മതി. നമ്മൾ ഈ ആദ്യം നമ്മൾ ചെയ്തതിൻ്റെ സെയിം പ്രോസസ്സ് തന്നെ. കണ്ണി കാണുന്ന പൊടികളെല്ലാം ഞാൻ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇടുമ്പം പക്ഷേ കുറച്ചേ ഇടാവുള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാൻ മുന്നേ കറികൾ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചിടുമ്പോൾ ഞാൻ കുറേ അങ്ങ് ചതയ്ക്കും. എന്തിനാ അത്രയും ചതയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല, ഒരുപാട് ചതയ്ക്കും. അപ്പോൾ അത്രയും വേണ്ട, കുറച്ച് ആവശ്യത്തിനുള്ളത് മാത്രം മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചത് ഇതിനകത്തോട്ട് ഇടുക. നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കുക. പിന്നെ ഞാനകത്ത് മല്ലിയില ഇടും. എനിക്ക് പണ്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമേ അല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് കുറച്ച് മല്ലിയില ഇടുമ്പം ആ ഒരു ടേസ്റ്റും മണവും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എൻ്റെ ബേബി കോൺ കറി ഓക്കെ ആയിട്ടുണ്ട്. അയ്യോ സോറി, ഇതിനകത്തോടെ ബേബി കോൺ ഇടുന്ന കാണിച്ചില്ലല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബേബി കോണും കൂടി ഇടും കേട്ടോ. നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ആദ്യം നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് ജസ്റ്റ് ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബേബി കോൺ അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കും. ഓക്കെ, അങ്ങനെ എൻ്റെ ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. ബേബി കോൺ കറിയുണ്ട്, നമ്മളുടെ പേരയ്ക്കയുണ്ട്, നമ്മുടെ ചപ്പാത്തിയുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. ഓക്കെ, അങ്ങനെ ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മുന്നേ ആൽമണ്ട് കഴിച്ച പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈസിൻസും ഞാൻ തലേന്ന് നൈറ്റ് വെള്ളത്തിലിടും. സോ ആ വെള്ളം ഞാൻ കുടിക്കും കേട്ടോ, അതും കൂടെയും കുടിക്കുക. പിന്നെ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കുകയാണ്. ഞാനാണ് കഴിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുകയാണ്. അവൾമാർ ആരെങ്കിലും വരികയാണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യും, എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നോക്കും. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓഫീസിലേക്ക് പോവുകയാണ്. എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി. ഞാൻ ആക്ച്വലി ഉച്ചയ്ക്ക് കഴിക്കുന്നത് എടുക്കാൻ സത്യമായിട്ടും വിട്ടുപോയി. ഞാൻ മറന്നുപോയി. എല്ലാവരുമായിട്ട് കാര്യം പറഞ്ഞിരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കാര്യം വിട്ടേ പോയി. ഉച്ചയ്ക്ക് ഞാൻ കാണിച്ച ഈ സാധനങ്ങൾ തന്നെ ഇരുന്ന് കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. സോ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഞാൻ ജിമ്മിലേക്ക് ഞാൻ വേറൊരു ബാഗ് കൂടെ മേടിച്ചിട്ടുണ്ട്, ഈ ഒരു ബ്ലൂ. അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി. ഞങ്ങൾ വൈകുന്നേരം പിന്നെ ഞങ്ങൾ ചായക്കാരിയിൽ പോയിട്ട് ഒരു ചായ കുടിച്ചു. ഇൻഫോസിസിൻ്റെ തൊട്ടിപ്പുറത്താണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര റേറ്റ് ഉണ്ട്. ഒരു ചായക്ക് 25 രൂപയാണ്, സാഫ്രോൺ ചായക്ക് 75 രൂപയാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, മുടിഞ്ഞ ടേസ്റ്റാണ്. ഭയങ്കര ഇഷ്ടമാണ്. ചായ അഡിക്റ്റ് ആയതുകൊണ്ടായിരിക്കും നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. മീൻസ് ചായ കുടിക്കുന്ന അത്ര നല്ലതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. സോ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. വേറെ ഒന്നും കഴിച്ചതൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.